മാഡം, UDF പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ 2 ഇപ്പോൾ നടപ്പാക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ. ശരിക്കും പ്രതിപക്ഷ പ്രതിഷേധം ഭയന്നുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണോ, അതോ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് തന്നെയുള്ള പ്രഖ്യാപനമാണോ ഇത്? അപ്പോൾ ഇത് പ്രതിപക്ഷ പ്രതിഷേധം കണ്ടുകൊണ്ടല്ല, പ്രതിപക്ഷം ചെയ്തതിലുള്ള പ്രതിഷേധം കൊണ്ടാണ്. അതായത് പ്രതിപക്ഷം എത്രയോ വാഗ്ദാനങ്ങൾ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു, ഒന്നും തന്നെ നടപ്പാക്കാതെ എപ്പോഴും പറയുമായിരുന്നു അതിൽ 99% നടപ്പിലാക്കിയെന്ന്. നടപ്പിലാക്കാതെയാണ് പറയുന്നത്. അതാണ് അതായത് ഉദാഹരണത്തിന് നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യം തന്നെ എടുക്കുക. എത്ര മാസം കുടിശ്ശികയിട്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അത് വർദ്ധിപ്പിക്കും, 2500 രൂപയാക്കും എന്ന് പറഞ്ഞിട്ട് അത് വർദ്ധിപ്പിക്കാതെ അവസാനം തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരാൻ നേരത്താണ് അത് 1600 നിന്ന് 2000 വരെയാക്കിയത്. ഭരണം വിടുന്നത് വരെയും 2500 ആക്കാൻ അവർക്ക് പറ്റിയില്ല. ഇതുപോലെ നടപ്പിലാക്കാത്തതാണ്. ഉദാഹരണത്തിന് ഒരു കാര്യം എടുത്തോളൂ, നമ്മുടെ അതിദാരിദ്ര്യം ഇല്ലാതെയാക്കി. കഴിഞ്ഞ നവംബർ 1-ാം തീയതിയാണ് 2026 നവംബർ 1-നാണ് അതിദാരിദ്ര്യം ഇല്ലാതെയാക്കിയെന്ന് ഡിക്ലെയർ ചെയ്ത്. നവംബർ 2026 വരുന്നേ ഉള്ളൂ. 2025 നവംബർ 1-നാണ് അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതായത് നമ്മൾ തന്നെ മാധ്യമങ്ങളിലൊക്കെ കേട്ടതാണ്, ആറളം ഫാമിനോട് ചേർന്ന് ഒരു പുഴയരികിൽ വെറും തറയിൽ കല്ലും പുറത്തും പാമ്പും ആനയും ഒക്കെ വരുന്ന ഇടങ്ങളിൽ 10-40 കുടുംബങ്ങൾ കഴിയുന്നു എന്ന്. ദരിദ്രരില്ലാത്ത കേരളം കെട്ടിപ്പടുത്ത ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആദിവാസികളുള്ള ജില്ല വയനാട് ജില്ലയാണ്. അതായത് കേരളത്തിലെ ആദിവാസികളിൽ 42% ഉള്ളത് വയനാട് ജില്ലയിലാണ്. ആ ജില്ലയിൽ നിന്നുള്ളവർ തന്നെ ചാനൽ ചർച്ചകളിൽ, മാണിക്യൻ എന്ന് പറയുന്ന ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന നല്ല മിടുമിടുക്കരൊക്കെ പറഞ്ഞു, അവരുടെ ഒന്നും നാട്ടിലേക്ക് അതിദരിദ്രത്തെ പറ്റി ഒന്നും അന്വേഷിച്ച് ചെല്ലുക പോലും ചെയ്തില്ല. ഗവൺമെൻറ്റിൻ്റെ ആൾക്ക് ഒരുപാട് പേരെ വിട്ട് അന്വേഷണം നടത്തി ഇത് മാറ്റിയെടുത്തു, വീടില്ലാത്തവർക്ക് പണിത് കൊടുത്തു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പട്ടിണിയിലുള്ളവർക്ക് കൊടുത്തു, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഈ മാണിക്യനൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, ജാനു വയനാട്ടിൽ നിന്നുള്ള ഒരു ആദിവാസി നേതാവാണ്. ജാനു പറഞ്ഞു, അതുപോലെ ഗീതാനന്ദൻ, അവരൊക്കെ പറഞ്ഞു അവരുമായിട്ടൊന്നും ഒരു ഡിസ്കഷൻ പോലും നടത്തിയിട്ടില്ലെന്ന്. അപ്പോൾ ആദിവാസികളോട് ഡിസ്കഷൻ നടത്താതെ എങ്ങനെയാണ് അതിദരിദ്രം ഇല്ലാതെയായി? ഇതുപോലെ അങ്ങനെ ചില എക്സാമ്പിൾസാണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ നടപ്പിലാക്കി എന്ന് പറഞ്ഞ ഒട്ടുമിക്ക പ്രഖ്യാപനങ്ങളും തെറ്റായിരുന്നു. നടപ്പിലാക്കാതെയാണ് നടപ്പിലാക്കി എന്ന് പറഞ്ഞത്. അതിന് ഒരു ബദൽ, അതായത് അത് പാടില്ല. ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ പാടില്ല. ജനങ്ങൾക്കൊരു വാഗ്ദാനം കൊടുത്താൽ ആ വാഗ്ദാനം 101% ശരിയാക്കിയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ശ്രീ VD സതീശൻ. ആ വിശ്വാസമാണ് ജനസാഗരമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന ദിവസം നമ്മൾ കേട്ടത്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ അത്ര വിശ്വാസം അദ്ദേഹത്തിൽ തോന്നി. ഇതുവരെ അദ്ദേഹം ചെയ്ത പ്രഖ്യാപനങ്ങളോ അദ്ദേഹം ചെയ്ത വാഗ്ദാനങ്ങളോ ഒന്നും നടപ്പാക്കാതെ പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നതുകൊണ്ടാണ് ഇത്ര അതായത് ചരിത്ര വിജയമാണല്ലോ കോൺഗ്രസ്സിന് കിട്ടിയത്. ഈ 63 MLA-മാർ കോൺഗ്രസ്സിന് തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയൊന്ന് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം മിസ്റ്റർ സതീശനിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം സതീശൻ കീപ്പപ്പ് ചെയ്യും. അതായത് അതായത് അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും തെറ്റിക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം. അപ്പോൾ ആ വൈശിഷ്ട്യം, അതിൽ നിന്നാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഖജനാവ് കാലിയാണെന്ന്. അത് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം. ആ ഖജനാവിനെ എങ്ങനെ നിറയ്ക്കാം, അതിനുള്ള സത്വര നടപടികൾ അദ്ദേഹം നോക്കും. എനിക്ക് തോന്നുന്നു നികുതി വെട്ടിപ്പുകാരോടോ ഒക്കെ കർശനമായ നിലപാട് തന്നെ അദ്ദേഹം സ്വീകരിച്ചേക്കാം. അദ്ദേഹം ധനകാര്യ വിദഗ്ധരുമായിട്ട് ഒക്കെ സംസാരിക്കുകയും
അതുപോലെ തന്നെ വകുപ്പിൽ തന്നെ അദ്ദേഹം ധനകാര്യം കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ ആ വകുപ്പിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടും. അത് ഉദാഹരണത്തിന് എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ധനസമാഹരണത്തിനുള്ള പഴുതുകൾ ധാരാളമുണ്ട് എന്നുള്ളതിൻ്റെ ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ 20% കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത്. അക്ഷയ തൃതീയ ദിനത്തിൽ തന്നെ ഇവിടെ 1200 കോടിയുടെ സ്വർണമാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത്. അതായത് 993 കോടി കിലോഗ്രാം സ്വർണമോ മറ്റേ ആ ഒറ്റ ദിവസം. പക്ഷേ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് 3% GST ഉള്ളൂ എന്നും കൂടെ നമ്മൾ ഓർക്കണം. അതായത് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5% GST ഉള്ളപ്പോഴാണ് സ്വർണ്ണ വജ്ര ആഭരണങ്ങൾക്ക് 3% GST വെച്ചിരിക്കുന്നത്. അതിന് വേറെ കാരണങ്ങളുണ്ട്. കാരണം അതുവഴി നമുക്ക് അത് വിദേശത്ത് വിൽപ്പന നടത്തുന്നത് വഴി നമുക്ക് ഒരുപാട് വിദേശ കറൻസി ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുന്നു. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് 19-20% സംഭാവന ചെയ്യുന്നത് ആ വഴിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് GST. പിന്നെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. സ്വർണ്ണ വജ്ര ആഭരണ മേഖലയിൽ ഒരുപാട് കോടിക്കണക്കിന് തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ടൊക്കെയാണ് 3% GST. അതൊക്കെ നമുക്കതിന് വിരോധമില്ല. പക്ഷേ ആ 3% GST വെട്ടിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ കേരളത്തിലൊരു 30,000 കോടിയെങ്കിലും സ്വർണത്തിൽ നിന്ന് ആ മേഖലയിൽ നിന്ന് വരുമാനം കിട്ടേണ്ടതാണ്, നികുതി വരുമാനം. അതാണ് 1000-500 ഇടയ്ക്ക് അത്ര കുറച്ചായി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ സമാഹരിക്കാം, എങ്ങനെ നികുതി വെട്ടിയിട്ട് തടയാം. ഇതിൽ മാത്രമല്ല, സമസ്ത മേഖലകളിലും നികുതി വെട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്ടാഗ്, അതായത് GST വന്നു കഴിഞ്ഞപ്പം ട്രക്കുകളൊക്കെ ഫാസ്ടാഗ് ഒട്ടിച്ചാണ് യാത്ര ചെയ്യുന്നത്. കൃത്യമായിട്ട് എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഫാസ്ടാഗ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ കാറിൽ, അതായത് മോട്ടോർ കാറിൽ ട്രക്കിൽ ഒട്ടിക്കേണ്ട ഫാസ്ടാഗ് മോട്ടോർ കാറിൽ ഒട്ടിച്ച് മോട്ടോർ കാർ കൊണ്ട് എവിടേക്കെങ്കിലും യാത്ര പോകുന്നവർ ട്രക്കിലാണ് യാത്ര ചെയ്തത് എന്നും പറഞ്ഞ് GST പോർട്ടലിൽ ആ ഫാസ്ടാഗ് അപ്ലോഡ് ചെയ്ത് നികുതി, അതായത് ഗവൺമെൻറ്റിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന കള്ളന്മാരുണ്ട്. അതായത് ഞങ്ങൾക്ക് ഇത്രയും നികുതി കിട്ടണം, ഇൻപുട്ട് ടാക്സ് കിട്ടണം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞങ്ങൾക്ക് അർഹതയുണ്ട്. അങ്ങനെ പല തരത്തിൽ കള്ളത്തരം കാണിക്കുന്നവരുണ്ട്. അത്തരക്കാരെയൊക്കെ വരുതിയിലാക്കി. ഇപ്പോൾ നമ്മൾക്കൊരു സ്വർണ്ണവേട്ട ഓർമ്മയുണ്ടല്ലോ. 1.5 വർഷം മുൻപാണ് കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് 700 ഉദ്യോഗസ്ഥർ ചേർന്ന് ടൂർ പോകുന്നു എന്ന് പറഞ്ഞ് തൃശ്ശൂർ ഒരു സ്വർണ്ണക്കടയിലേക്ക് പോകുന്നു. അവരെ അറിയിച്ചില്ല, ചെന്നു. ഒറ്റ രാത്രി കൊണ്ട് 104 കിലോ സ്വർണം യാതൊരു റെക്കോർഡും ഇല്ലാത്തത് കണ്ടെത്തിയ കഥ. അത് അത്ര മറക്കാറായിട്ടില്ല. ആ സ്വർണത്തിന് 104 കിലോ സ്വർണം ഇന്ന് പിടിച്ചെടുക്കുന്നു. ഒറ്റ കടയിൽ നിന്നാണ് ഓർക്കണം, റെക്കോർഡില്ലാത്ത സ്വർണം എന്ന് വെച്ചാൽ അത് മുഴുവനും ബ്ലാക്കിൽ വിറ്റ് പോകാനുള്ള സ്വർണ്ണമാണ്. ആ 104 കിലോയുടെ നികുതി GST മാത്രം നോക്കിയാൽ മതി. എങ്ങനെ 104 കിലോയുടെ GST, അത് ആഭരണമായിട്ട് വരുമ്പോൾ കിട്ടുന്ന GST മാത്രം നോക്കിയാൽ മതി എത്ര 1000 കോടിയാണ് നമ്മുടെ ഖജനാവിൽ വരേണ്ടത് എന്ന്. അപ്പോൾ അങ്ങനെ സമസ്ത മേഖലകളിലും നികുതി വെട്ടിയിട്ട് നടക്കുന്നുണ്ട്. ആ നികുതി വെട്ടിയിലൊക്കെ നിർത്തലാക്കാൻ തടയാൻ പറ്റിയാൽ തന്നെ ഖജനാവ് നിറയും. പക്ഷെ അതിന് ഉദ്യോഗസ്ഥർ സന്നദ്ധരാകണം. രാഷ്ട്രീയക്കാരുടെ കൈകടത്തലുണ്ടാവരുത്. മന്ത്രിമാർ സ്ട്രിക്റ്റ് ആകണം. ഇത്രയും ചെയ്താലേ പറ്റുള്ളൂ. പോലീസുകാരും അതിൽ കൈകടത്താൻ പാടില്ല. അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് വിഭവ സമാഹരണം നടത്തിയാൽ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ് അത് അറിയേണ്ടത്. അത് എനിക്ക് തോന്നുന്നു ധനവകുപ്പ് ശ്രീ VD സതീശൻ്റെ കയ്യിലായതുകൊണ്ട് അദ്ദേഹം ധനസമാഹരണം വളരെ കൃത്യമായിട്ട് നടത്തും. അങ്ങനെ ഖജനാവ് നിറയും. അപ്പോൾ ഈ 5 വാഗ്ദാനങ്ങളും വളരെ സുഖമായിട്ട് നടപ്പാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി വരുന്ന നാളുകളിൽ സതീശൻ സർക്കാരിൻ്റെ ഭരണം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സാമ്പത്തിക വിദഗ്ധ എന്ന രീതിയിൽ മേഡത്തിന് സതീശൻ സർക്കാരിന് നൽകാനുള്ള ഉപദേശം എന്താണ്? അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കാര്യക്ഷമത എന്ന് പറയുന്നത് വളരെ താഴേക്ക് പോയിരിക്കുകയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ സെക്ടറുകളിലും. ഉദാഹരണത്തിന് കഴിഞ്ഞ ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്തത്? 2021 ഭരണത്തിൽ വന്ന ഗവൺമെൻറ് തന്നെ ആദ്യം കേരളീയം എന്ന ഒരു മാമാങ്കം നടത്തി. അതായത് കേരളത്തെ ലോക ഭൂപടത്തിൽ
ഉയർത്തിക്കാട്ടുക. അതായിരുന്നു അത്ര ലക്ഷ്യം. എന്തിനാ, ആർക്ക് വേണ്ടിയാണ് കേരളത്തെ എങ്ങനെ ഉയർത്തിക്കാട്ടുന്നത്? അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരാഴ്ച അതായത് സെക്രട്ടേറിയറ്റും അടച്ചിട്ട് സർവ്വ ഉദ്യോഗസ്ഥരും ഇതിൻ്റെ പുറകെയായിരുന്നു. ചെന്നില്ലെങ്കിൽ അവർക്ക് ഗുഡ് സർവീസ് എൻട്രി ഇല്ല, ചിലപ്പോൾ അവർക്ക് ബാഡ് സർവീസ് എൻട്രി വരും. ഇതൊക്കെ കാരണം എല്ലാവരും അതിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ കാര്യക്ഷമത എവിടെ പോയി? ഒരാഴ്ച കൊണ്ട് 5 ലക്ഷം ഫയല്, ഒറ്റ ഫയല്, ഓരോ ഫയലിലും ഒരു ജീവിതം എന്ന് പറഞ്ഞ് ഭരണം തുടങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് സംഭവിച്ചത്? ഈ ഒരാഴ്ച ഫയൽ വേണ്ടാന്ന് നോക്കണ്ടെന്ന് വെച്ചാൽ തന്നെ വലിയ കൂമ്പാരമാകും ഫയല്. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയാണ് അവിടെ അന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോഴാണ് നവകേരള സദസ്സ് നടത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. എന്താണ് സംഭവിച്ചത്? നവകേരള സദസ്സ് നടത്തിയപ്പോൾ അതിനെ പ്രതിഷേധിച്ച UDF പ്രവർത്തകർക്ക് നമുക്കറിയാം, ഇപ്പോൾ അവിടുന്ന് രക്ഷാപ്രവർത്തനം, ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനധികൃതമായിട്ട്, അതായത് ഒരു തരത്തിലും അടിക്കാൻ പാടില്ലാത്ത തരത്തിൽ പുറത്തിറങ്ങി വന്ന് പ്രതിഷേധം കറുത്ത കൊടി കാണിച്ചു എന്ന പേരിൽ കാരണം കൊണ്ട് മാത്രം അടിച്ച് അതായത് വലിയ തോതിൽ വലിയ ക്രൂരത ചെയ്ത്, എന്നിട്ടും അത് കേസായപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ വീണ്ടും പരിശോധിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? അതായത് ഈ നവകേരള സദസ്സ് തന്നെ നമുക്കറിയാം 105 1000 1,05,00,000 രൂപയുടെ ബസ്, പിന്നെ അതിൽ ഒത്തിരി അറ്റകുറ്റപ്പണികൾ എല്ലാം നടത്തിപ്പോയപ്പോൾ ഈ സംസ്ഥാനം ചുറ്റാൻ ഇറങ്ങിയപ്പോൾ സംസ്ഥാനത്തെ എല്ലാവരും വിചാരിച്ചു ഇനി അപ്പോൾ ഈ പറയപ്പെട്ട അകമ്പടി വാഹനങ്ങളൊന്നും ഇല്ലാതെ പോകും. പക്ഷേ എല്ലാം അകമ്പടി വാഹനങ്ങളും ഒക്കെ ആയിട്ട് പുറകെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ രണ്ടാമത്തെ മാമാങ്കം, അതും ജനങ്ങളെ കാണാനല്ല പോയത്, പൗരപ്രമുഖരെ കാണാനാണ് പോയത്. അപ്പം നമ്മൾ ഓർക്കണം, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണെങ്കിൽ സാധാരണക്കാരെ കാണാനാണ് പോവുക. ശ്രീ VD സതീശനാണെങ്കിലോ ഈ അമ്മാളും അമ്മയെപ്പോലെയുള്ളവരെ ചേർത്ത് പിടിക്കാനും അത്തരക്കാരുടെ കഷ്ടപ്പാടുകൾ അറിയാനും അതിന് പരിഹാരം കാണാനുമാണ് പോവുക. അതിന് പകരം പിണറായി വിജയൻ പോയത് പൗരശ്രേഷ്ഠരെ കാണാൻ, അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ. അങ്ങനെ പോയപ്പോൾ ഒരു കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിലാണ് ഈ പറയപ്പെട്ട മിസ്റ്റർ തോമസിനെ, അദ്ദേഹം ഇപ്പോൾ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുണ്ട്, അദ്ദേഹത്തെയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവരെയും എത്ര ക്രൂരമായിട്ട് മർദ്ദിച്ചു. അതിനെതിരെ കേസെടുക്കും. ഇപ്പോൾ പുനഃപരിശോധനയ്ക്ക് വേണ്ടി കേസെടുക്കും. അത് കോടതിയും അംഗീകരിച്ചതാണ്, ആ പുനഃപരിശോധന ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു വെഞ്ചൻസിന് വേണ്ടിയല്ല, പുനഃപരിശോധിച്ച് മിസ്റ്റർ തോമസിന് നീതി ലഭ്യമാക്കാൻ വേണ്ടി കേസ് പുനഃപരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നവകേരള സദസ്സ് ഒരു അതായത് ഖജനാവിലെ പണം മുടിക്കാനും അതുപോലെ സ്പോൺസേഴ്സിൽ നിന്ന് പണം സ്വീകരിക്കാനുമുള്ള ഒരു മാർഗമായിരുന്നു. അന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പണം വാങ്ങിച്ചു അങ്ങനെ ദൂരത്തിനുള്ള പണം സംഭരിക്കുക, അതായിരുന്നു അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഒരു മാസമോ അതിനേക്കാൾ കൂടുതലോ എടുത്തു ഈ നവകേരള സദസ്സ് നടത്താൻ. അതും കഴിഞ്ഞിട്ട് മൂന്നാം വട്ടം എന്താ ചെയ്തിരുന്നത്? എൻ്റെ കേരളം പരിപാടി. ഇതൊക്കെ എന്ത് വലിയ ദൂർത്തായിരുന്നു. അതിൻ്റെ കൂടുതൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ തരത്തിൽ ഒന്നും പണം നശിപ്പിക്കാനല്ല മിസ്റ്റർ VD സതീശൻ നോക്കുന്നത്. കൊടുത്തിരിക്കുന്ന പ്രോമിസസ് നടപ്പാക്കാനുള്ള വിഭവ സമാഹരണം. അപ്പം രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ് സമയത്ത് കാര്യക്ഷമത പാടെ വെട്ടിമാറ്റുകയാണ് ചെയ്തത്. അതേ സമയത്ത് ഇവിടെ ശ്രീ VD സതീശൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതുപോലുള്ള കേരളീയമോ അല്ലെങ്കിൽ നവകേരള സദസ്സോ അങ്ങനെയുള്ള മാമാങ്കങ്ങളൊന്നും നടത്തുകയല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾക്ക് സത്വര പരിഹാരം കാണാൻ എന്താണ് ചെയ്യേണ്ടത്? സെക്രട്ടേറിയറ്റിലെ കെട്ടിക്കിടക്കുന്ന 5 ലക്ഷം ഫയലുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ആ തരത്തിലേക്ക് അദ്ദേഹം സെക്രട്ടേറിയറ്റിനെ കാര്യക്ഷമമാക്കും. അങ്ങനെ കാര്യക്ഷമമാക്കുന്ന ആ സെക്രട്ടേറിയറ്റിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഖജനാവ് നിറയ്ക്കാനുള്ള, അതായത് വിഭവ സമാഹരണ മാർഗങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കൃത്യമായിട്ട്, അതായത് വകമാറ്റാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിച്ച് കൃത്യമായിട്ട് ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിലെത്തിയാൽ അതിൻ്റെ ബാക്കി ഗഡുക്കളും കിട്ടും. അതുപോലെയാണ് ഓരോ ഫണ്ടിൻ്റെയും കാര്യം. CAG
എത്രയോ പിന്നെ റിപ്പോർട്ടുകളിൽ പറയുന്നു സംസ്ഥാന ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വകമാറ്റി ചെലവഴിക്കൽ ഒരു സ്വഭാവമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ആ വകമാറ്റി ചെലവഴിക്കലേ നടക്കില്ല. ആ ഓരോ വകുപ്പും അവനവൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന ഫണ്ട് കൃത്യമായി നടപ്പിലാക്കി അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും ഒക്കെ തയ്യാറാക്കുന്ന തരത്തിൽ അങ്ങനെ വരുമ്പോഴത്തേനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടും. അതുപോലെ തന്നെ പിന്നെ കേന്ദ്രത്തിൻ്റെ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴിയുള്ളത് കേന്ദ്രത്തിൽ നിന്ന് പല തരത്തിൽ ഫണ്ട് വരേണ്ടതാണ്. ഒന്നാമതായിട്ട് വരേണ്ടത് ഡെവല്യൂഷൻ വഴി, അതായത് ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ട് കിട്ടണം. പിന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് നടത്തുന്ന പ്രോജക്റ്റുകൾ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴി, അതിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഒരു കള്ളത്തരം നടത്തുന്നുണ്ട്. അതായത് കേന്ദ്രത്തിൻ്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാനത്തിൻ്റെ ഷെയർ വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ ഒറ്റ എക്സാമ്പിൾ എടുത്താൽ മതി. VBG റാംജി, അതായത് പണ്ടത്തെ തൊഴിലുറപ്പ് പദ്ധതിയെ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് സ്കീമിനെയാണ് ഇപ്പോൾ പേര് മാറ്റി VBG റാംജി എന്നാക്കിയിരിക്കുന്നത്. അതായത് അന്ന് അത് 2005 UPA ഗവൺമെൻറ് ആ ഒരു ആക്ട് പാസ്സാക്കി ഉപജീവന മാർഗമായിട്ടാണ് ആ ആക്ട് പാസ്സാക്കി കൊണ്ടുവന്നത്. ആർക്കും നിവൃത്തിയില്ലാത്ത ആർക്കും തൊഴിൽ ചോദിക്കാം, ചോദിക്കുന്നവർക്ക് തൊഴിൽ കൊടുക്കണം 100 ദിവസം, അങ്ങനെ കൊണ്ടുവന്ന നിയമമായിരുന്നു. അപ്പോൾ ആ നിയമത്തിൽ പോലും അന്ന് കേന്ദ്ര ഗവൺമെൻറ് അത് UPA അത് കൊണ്ടുവരുമ്പോൾ 10 രൂപ മാത്രം സംസ്ഥാനത്തിൻ്റെ ഒരു 100 രൂപ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ 10 രൂപ സംസ്ഥാന ഗവൺമെൻറ്റും 90 രൂപ കേന്ദ്ര ഗവൺമെൻറ്റുമായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ അത് VBG റാംജി ആക്കിയപ്പോഴോ അത് 40:60 എന്നാക്കി മാറ്റിയിരിക്കുന്നു, പ്രപ്പോർഷൻ മാറ്റിയിരിക്കുന്നു. ഇതുപോലെ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പറയുകയാണെങ്കിൽ 68 സ്കീംസാണ് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ UPAയുടെ കാലം വരെയുള്ള കാലഘട്ടത്തിൽ 68 സ്കീംസ് കേരളത്തിൽ നിലനിന്നിരുന്നു ഇന്ത്യയിൽ. ആ 68 സ്കീംസിനെ വെട്ടിച്ചുരുക്കി അംബർല സ്കീംസ് ആക്കി 2014 പിന്നെ നമ്മുടെ വാജ്പേയി ഗവൺമെൻറ് വന്നതിന് ശേഷം 28 സ്കീംസ് ആക്കി. ആ 28 സ്കീംസ് ആക്കിയിടത്താണ് കേന്ദ്രത്തിൻ്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാനത്തിൻ്റെ ഷെയർ വർദ്ധിപ്പിക്കുന്ന ഫെഡറൽ പ്രിൻസിപ്പിൾസിൻ്റെ റൂട്ട് മുറിച്ചു കളയുന്ന തരത്തിലുള്ള പദ്ധതി കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുമ്പോഴൊക്കെ പിന്നെ വികസിത് ഭാരതത്തിലേക്കുള്ള യാത്രയാണ് എന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയാറുള്ളത്. ഇതുപോലെയുള്ള കടും കൈ ചെയ്തിട്ട്, അതായത് സംസ്ഥാനങ്ങളെ ധനപരമായി ഡിഫൻസിലാക്കിക്കൊണ്ട് കേന്ദ്രം ദൂർത്തടിക്കുകയാണ്. എങ്ങനെയാണ് കേന്ദ്രം ദൂർത്തടിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ബീഹാറിലെ ഇലക്ഷൻ വന്നപ്പോൾ ഓരോ സ്ത്രീക്കും 10,000 രൂപ വീതം പോക്കറ്റിൽ വെച്ച് കൊടുത്തു. അങ്ങനെ സ്ത്രീകളുടെ മൊത്തം വോട്ട് വാങ്ങിച്ച് ബീഹാറിൽ BJP ജയിക്കുന്നു. ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്ത് ഒരു 5-10 വർഷത്തിനിടം കൊണ്ട് BJP ഗവൺമെൻറ് തൂത്തുവാരും ഇന്ത്യയെ. അങ്ങനെ തൂത്തുവാരിയ എന്താണ് അവരുടെ ലക്ഷ്യം? ആ ഹിന്ദുത്വ അജണ്ട, ഇത് ഹിന്ദു ഇന്ത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അജണ്ടയാണ്. അങ്ങനെ പണം കൊടുത്ത് വോട്ട് വാങ്ങി ഭരണത്തിൽ വരിക. അങ്ങനെയാണ് സംസ്ഥാനങ്ങളെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ തന്നെ നമുക്കറിയാം പാലക്കാട് സംഭവിച്ചത്. അത് പക്ഷേ കയ്യോടെ പിടികൂടിയത് കൊണ്ട് അവിടെ ജയം നടന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് പോകുന്ന ആ കേന്ദ്ര ഗവൺമെൻറ്റിനെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് തെക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളെല്ലാം ഒത്തുചേർന്ന് കേന്ദ്രത്തോട് പിന്നെ വാഗ്വാദം നടത്തിയാൽ തീർച്ചയായിട്ടും നമുക്കുള്ള ഷെയർ, ഓരോ സംസ്ഥാനത്തിനുമുള്ള ഷെയർ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ കേന്ദ്രവിഹിതം മേടിച്ചെടുക്കാനുള്ള എന്താണ് പറയുക, കരുക്കൾ കൃത്യമായിട്ട് നീക്കുക. പിന്നെ അപ്പോൾ വിഭവ നികുതിയേതര വരുമാന സമാഹരണം, പിന്നെ അതുപോലെ ലോട്ടറി പോലെയുള്ള രീതി, അത് നികുതിയേതര വരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് ലോട്ടറി. അങ്ങനെ വിഭവ സമാഹരണം എങ്ങനെ വേണം? അദ്ദേഹം ഒരു ധനമന്ത്രിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിഭവ സമാഹരണം വളരെ കാര്യക്ഷമമാക്കും. അതുപോലെ തന്നെ ദുർവ്യയങ്ങൾ ഇല്ലാതെയാക്കും. അപ്പോൾ ഈ ദുർവ്യയം ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക കേരളമേള, അതിൻ്റെ എക്സാമ്പിൾസ് ആണല്ലോ നമ്മൾ പറഞ്ഞ എൻ്റെ കേരളം, കേരളീയം, നവകേരള സദസ്സ്, ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുക. ഇതൊന്നും ആയിരിക്കത്തില്ല മിസ്റ്റർ സതീശൻ്റെ അജണ്ട. സതീശൻ്റെ അജണ്ട സംസ്ഥാനത്തിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം,
പറഞ്ഞ വാക്കുകൾ പാലിക്കുക, ഇതൊക്കെയായിരിക്കും. അതിനുള്ള വിഭവ സമാഹരണത്തിന് കേരളത്തിൽ സാധ്യതയുണ്ട്. ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് GST വഴി ഒരു വലിയ തോതിൽ വരുമാനം സമാഹരിക്കാനാകും. പക്ഷേ അത് കൃത്യമായി വേണ്ട രീതിയിൽ കാര്യക്ഷമമായിട്ട് ചെയ്യണമെന്ന് മാത്രം.